Good morning. Good morning. Good morning, ma'am. Morning, teacher. Morning. Morning, miss. Morning. Good morning, ma'am. Morning. Okay, good morning all. So, all our leaders, and we can start the class with our prayer. So, please. Yes. Please. I do leave prayer, ma'am. O God, help us to be good, to do to others as we should, not to the hate, but to love. Send us peace from above. Thank you. Okay, then other activities like thought for the day and signing. Good morning. Okay. നിങ്ങൾ കമ്മിറ്റി ഒന്നും ഫോം ചെയ്തില്ലേ? ലീഡേഴ്സിനെ ഒന്നും ഫോം ചെയ്തില്ലേ? Opportunities are like hailstones. കേട്ടിട്ടില്ലേ? അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ്. Use it. നാളെ വിചാരിച്ച ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. ഓക്കെ, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. ലോക മനുഷ്യാവകാശ ദിനം അല്ലെ? അവർ റൈറ്റ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ അവകാശമാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുമല്ലോ. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ഇന്റർനാഷണൽ അനിമൽ റൈറ്റ്സ് ഡേ. മൃഗങ്ങളുടെയും റൈറ്റ്സ് ഡേ ആണ്. സോ എനിവൺ is ready to do thought for the day and signing? Join ആവുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഉണ്ടാവോ? ഓക്കെ ഫൈൻ. സോ ആരും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയായിരുന്നു? വേറെ എന്തോ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു മോണ്ടിസോറി. യെസ്, മരിയ മോണ്ടിസോറി കംപ്ലീറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് വൺ മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ, അതാണല്ലേ? നടത്തില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് കണ്ടു എന്താ വൈ മറിയ മോണ്ടിസോറി ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ഡിസൈൻഡ് ദിസ് ടൈപ്പ് ഓഫ് മെത്തേഡ്. എന്തിനാ മറിയ മോണ്ടിസോറി ഇങ്ങനെ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്തത്? അതായിരുന്നു നമ്മള് ഫസ്റ്റ് മറിയ മോണ്ടിസോറിയെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യം നമ്മൾ പറഞ്ഞത്. വൈ ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് മെത്തേഡ്. കുട്ടികളുടെ സ്കിൽസ് ഒന്നും കൂടെ മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയുള്ള ഇതായിരുന്നു മോണ്ടിസോറി മെത്തേഡ് മരിയ മോണ്ടിസോറി മുന്നോട്ട് വെക്കാൻ കാരണം. അതെ, ഓക്കെ. സോ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സിന് ചേരുന്നതിന് നിങ്ങളുടേതായ ഒരു റീസൺ കാണും, ഒരു ഇൻട്രസ്റ്റ് കാണും. അതുപോലെ എന്തുകൊണ്ടാണ് മോണ്ടിസോറി ഇങ്ങനെ ഒരു മെത്തേഡ്, അവരൊരു ഡോക്ടറായിരുന്നു, ഒരു കുട്ടികളില് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു, പീഡിയാട്രീഷ്യൻ. ആ ഒരു ലെവലിൽ അവർ ചെയ്യുന്ന ആളായിരുന്നു. അവർക്ക് അങ്ങനെ ഡോക്ടർ എന്നുള്ള ആ ജോബ് മാത്രം കണ്ടിന്യൂ ചെയ്താൽ പോരെ, അവരെന്തിനാ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്? ഷീ ഫേസ്ഡ് 2 വേൾഡ് വാർസ് അല്ലെ? അവരാ 2 വേൾഡ് വാർ കണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി. സോ യൂത്ത് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ കാണുന്നത് വേൾഡ് വാറിൽ. യുദ്ധത്തിൽ എന്തായാലും
കൊച്ചുകുട്ടികളെയോ അല്ലെങ്കിൽ പ്രായമായവരെയോ ഒന്നും യുദ്ധം ചെയ്യാനായിട്ട് വിളിക്കില്ലല്ലോ ആർമിയിലേക്ക്. എനർജറ്റിക് ആയിട്ടുള്ള യൂത്തിനെയല്ലേ വിളിക്കുന്നത്. സോ യുദ്ധത്തില് അവർക്ക് നാശം സംഭവിക്കുകയാണ്, പലരും മരിച്ചു പോകുന്നു, പലരും ഹാൻഡിക്യാപ്ഡ് ആവുന്നു. പിന്നീട് ഒരു ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു കേപ്പബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു യൂത്തിനെയാണ് അവർ കാണുന്നത്. അങ്ങനെ ഒരു സൊസൈറ്റി ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേൾഡിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്ന് മനസ്സിലായി. സോ അത് യൂത്തിൽ ഇന്റർവെൻഷൻ ചെയ്യുന്നതിന് പകരം അവർ വിചാരിച്ചു കൊച്ചു കുട്ടികളിൽ അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ അവർ അഡൾട്ട് ആകുമ്പോൾ അവരുടെ മനസ്സിൽ പീസ് ആൻഡ് ഹാർമണി വരുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അഡൾട്ടായി കഴിയുമ്പോൾ വേൾഡിനെ ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറ്റാനായിട്ട് ഈ അഡൾട്ടിന് കഴിയും എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെയാണ് അവർ ആ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമുക്കറിയാം ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് ജനറ്റിക് ആയിട്ട് കുറേ സ്വഭാവ സവിശേഷതകൾ, പേഴ്സണൽ ട്രെയ്റ്റ്സ് ഉണ്ടാവും അല്ലെ, സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവും. അച്ഛന്റെ സൈഡിൽ നിന്നും ഉണ്ടാവും, അമ്മയുടെ സൈഡിൽ നിന്നും ഉണ്ടാവും. 46 ക്രോമസോമില് 23 ക്രോമസോം ഫ്രം പാരന്റ് സൈഡ് ആൻഡ് 23 ക്രോമസോം ഫ്രം മദർ സൈഡ്. ചില കുട്ടികളുടെ ഇത് നേച്ചർ കാണുമ്പോൾ പലപ്പോഴും പറയില്ല അത് അച്ഛന്റെ വീട്ടിലെ ആ രീതിയാണ് അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലെ രീതിയാണ്. മുടി, അമ്മയ്ക്ക് നല്ല മുടിയുണ്ട്, സോ മോൾക്കും മുടിയുണ്ട്. അങ്ങനെ 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 ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അതായത് ജീൻസ് അല്ലെ, ജീൻസിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ജീൻസ് ഒരു സൈഡിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നത്. അപ്പൊ ജനറ്റിക് ആയിട്ടുള്ളത് നമുക്ക് ചേഞ്ച് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്, അത് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് അതല്ലാതെ തന്നെ കുട്ടികളുടെ സ്വഭാവം, ബിഹേവിയറൽ ചേഞ്ചസ് വരുന്ന വേറൊരു ഫാക്ടറാണ് എൻവിയോൺമെന്റ്. ഈ എൻവിയോൺമെന്റ് തന്നെ ഏതെല്ലാം ആസ്പെക്റ്റിൽ വരും? കുട്ടി ജീവിക്കുന്ന ചുറ്റുപാടിനെയാണല്ലോ നമ്മൾ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതെല്ലാം സൈഡിൽ നിന്ന് ഇതിന്റെ ഒരു ഇമ്പാക്ട് കുട്ടിയിലേക്ക് വരും? ഈ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഫാമിലി വിടും, സ്കൂള്, സൊസൈറ്റി, സ്കൂള്, നെയ്ബർഹുഡ്. നമ്മുടെ ചുറ്റുപാട്. അതെ, അത് 3 ഫേസസ് ആണല്ലേ, 3 ആസ്പെക്റ്റുകൾ വരും, 3 ഫാക്ടേഴ്സ് നല്ല പോലെ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തില് ഇടപെടുന്നുണ്ട്. നമ്മള് ജനറ്റിക്സ് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അത് ഡൺ, അത് കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ളത് ചുറ്റുപാടുകളിലെ വ്യത്യാസം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ കുട്ടികളിൽ മാറ്റം വരുത്താനായിട്ട് പറ്റും. അതായത് വീട്, സ്കൂള്, പിന്നെ സൊസൈറ്റി. ഇത് രണ്ടുമല്ലാത്ത ഇടം വരുന്നതാണ് സൊസൈറ്റി. ഈ 3 സ്ഥലങ്ങളിൽ നിന്നും കുട്ടിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് വരുന്നതെങ്കിൽ അവന്റെ സ്വഭാവം അതിനനുസരിച്ച് മാറിക്കിട്ടും അല്ലെ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു സീരീസ് 1000 ബേബീസ് കണ്ടവരുണ്ടോ? ഞാൻ കണ്ട മാം. സ്പോയിലർ ആകുന്നില്ല. 1000 ബേബീസിലെ ചെറിയൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ കുട്ടിയും ജീവിക്കുന്നത് സ്വന്തം പാരന്റിന്റെ അടുത്തല്ല, അവരിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുവാണ്. അപ്പൊ അതില് ഞാൻ ശ്രദ്ധിച്ച ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊഫസേഴ്സിന്റെ മകൻ മാറിയിട്ട് അവിടെ വരുന്നത് നല്ല സാഹചര്യത്തിലല്ലാത്ത ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഒരു മകളാണ്. പക്ഷെ ആ ഒരു വീട് എന്നുള്ള എൻവയോൺമെന്റ്, രണ്ടുപേരും പ്രൊഫസർ, ഭയങ്കര റിച്ച്, നല്ല എഡ്യൂക്കേറ്റഡ്, പക്ഷെ അവിടെ വളരുന്ന ആ പെൺകുട്ടിയുടെ കൾച്ചർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. സോ ജനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഒന്നും മാറ്റാൻ പറ്റില്ല, ബട്ട് ദാറ്റ് എൻവയോൺമെന്റ് ക്യാൻ ബി ഡൺ മിറാക്കിൾസ് എന്ന് പറയാം. അപ്പൊ ഇതാണ് മോണ്ടിസോറി നോക്കിയത്. ആ എൻവയോൺമെന്റ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന രീതിയിൽ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അത് കുട്ടിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തും. അവരത് പരീക്ഷിച്ചു. അവരാദ്യം ഇത് ചെയ്തത് സ്പെഷ്യൽ കുട്ടികളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരൊരു സ്ലം ഏരിയയിലെ കുട്ടികളിലായിരുന്നു. കുട്ടികൾ ആദ്യം ഇതുമായിട്ട് യൂസ്ഡ് ആവാനായിട്ട് ഇച്ചിരി പാടുപെട്ടു. ബട്ട് ആഫ്റ്റർ അവരിൽ തമ്മിൽ വഴക്കടിച്ചിരുന്ന കുട്ടികൾ തമ്മിൽ ഒരു മ്യൂച്വൽ സപ്പോർട്ടും മ്യൂച്വൽ ലവും മ്യൂച്വൽ റെസ്പെക്റ്റും എല്ലാം ഉണ്ടായി. അങ്ങനെ പോയി നമ്മൾ പഠിച്ചു. അവർക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. ജർമ്മനിയും ഇറ്റലിയും ഇവരെ ആദ്യം സപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നെ അവരെ എതിർത്തു. കാരണം അവരുടെ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ആയിരുന്നു ഹിറ്റ്ലറും മുസോളിനിയും. അവരുടെ ലക്ഷ്യം തന്നെ യുദ്ധം ചെയ്ത് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മോണ്ടിസോറിയുടെ എയിം വന്നത് കൊണ്ടായിരിക്കാം അവരങ്ങനെ മോണ്ടിസോറിയുടെ സ്കൂളുകൾ പലയിടത്തും ക്ലോസ് ചെയ്തു, ഈ മെത്തേഡ് ബാൻ ചെയ്തു, അങ്ങനെയൊക്കെ. പക്ഷെ വീണ്ടും അവർക്ക് അതിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റി.
അങ്ങനെ അവരവരുടെ ലൈഫ് മുഴുവനും ആ ഒരു 80 വയസ്സിന് മുകളിലായ വരെ അവരവരുടെ ലൈഫ് മുഴുവൻ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. അവരുടെ മകൻ അവരുടെ കാലശേഷം മകൻ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ ഈ മെത്തേഡൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്. സോ എന്താണ് ഈ മെത്തേഡ്? ഈ മെത്തേഡ് സാധാരണ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാം 25 നമ്പർ ഇട്ടിട്ട് മോണ്ടിസോറി മെത്തേഡിന്റെ 25 ആസ്പെക്ട്സും അതുപോലെ തന്നെ ട്രഡീഷണൽ സാധാരണ നമ്മുടെ സ്കൂളുകളിലെയൊക്കെ ഒരു 25 ആസ്പെക്ട്സും താഴെ കാണാം. നമുക്കിതൊന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കാം. കമ്പയർ ചെയ്ത് ഇൻ ദ സെൻസ് ഫസ്റ്റ് 5 points 25 ആണല്ലോ, അപ്പൊ 5 points വെച്ചിട്ട് ഓരോരുത്തർ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ മോണ്ടിസോറി എഡ്യൂക്കേഷനിലെ 5 വായിച്ചിട്ട് ട്രഡീഷണലിലെ 5 നമുക്ക് കമ്പയർ ചെയ്തത് പറയാം. അതാണ്. ഓക്കെ, ഹു ഈസ് റെഡി ടു റീഡ്? ഞാൻ വായിക്കാം. ഓക്കെ, ഫസ്റ്റ് മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് വൺ 3 years span. യെസ്. Second one ungraded. Third one children learn by handling objects and teaching themselves. Fourth one multi-sensory materials to develop. Fifth one materials used for specific purpose with the sequences of steps. ഓക്കെ, ഇനി ട്രഡീഷണലിലെ 5. All one age. Second one graded. Third one teacher lectures. Fourth one play materials for non-specific skills. Fifth one materials used in many ways without previous instructions. ഓക്കെ, സോ നിങ്ങൾക്കത് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? മോണ്ടിസോറി മെത്തേഡിലേക്ക് നമുക്ക് പോവാം. അതിൽ നോട്ട്സ് ഉണ്ടാവുമെന്ന് വിചാരിക്കണു. കാരണം ഇത് സ്ക്രോൾ ചെയ്ത് നമ്മൾ നോക്കണം. 3 years സ്പാൻ ആണ്. 3 years സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 6 years ആണ് കുട്ടികൾ. അതായത് 3 വയസ്സ് തുടങ്ങി, ചിലപ്പോൾ 2.5 വയസ്സ് തുടങ്ങിയിട്ട് കുട്ടികളെ കൊണ്ടാക്കാറുണ്ട്. അപ്പം ആ 3 years കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് സാധാരണ സ്കൂളിലേക്ക് പോവും. ബട്ട് ചില സ്ഥലങ്ങളില് ഒരു 14 വയസ്സ് വരെയും ഈ സെയിം മെത്തേഡ് തന്നെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ കോമ്പിനേഷൻ ആയിരിക്കാം. മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കാം. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദ ടീച്ചർ. ചില ടീച്ചേഴ്സിന് ഈ രീതിയിൽ പഠിപ്പിക്കാനായിരിക്കും താല്പര്യം. കുറച്ച് ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് ആ രീതിയിലൊക്കെ ആയിരിക്കും. ലെക്ചർ കൊടുക്കുന്നതിനേക്കാളും കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന രീതിയിൽ. അപ്പൊ സംഭവം എങ്ങനെയെങ്കിലൊക്കെ ഈ മെത്തേഡിന്റെ ഒരു ഇൻഫ്ലുവൻസ് മുതിർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാറുണ്ട്. ബട്ട് പ്യുവർ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ ആ ഒരു 3 years സ്പാനിലായിരിക്കും നടക്കുന്നത്. അപ്പൊ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും കൂടെ ഒറ്റ ക്ലാസ് റൂമിലായിരിക്കും, ആ ഒരു ഒറ്റ എൻവയോൺമെന്റിലായിരിക്കും. ഇതിന് റൂമൊന്നും ഇല്ല കേട്ടോ ശരിക്കും മോണ്ടിസോറി സ്കൂളുകളിൽ. ശരിയായ മോണ്ടിസോറി സ്കൂളുകളിൽ എല്ലാം ഇങ്ങനെ ഓപ്പൺ ആണ്. അവിടെ റൂമില്ല, ഡോർ വെച്ച് ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളില്ല. ആകെ മ്യൂസിക് കോർണർ മാത്രം ഒന്ന് ക്ലോസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് കുട്ടികൾ ചിലപ്പോൾ മ്യൂസിക് കോർണറിൽ ചെല്ലുമ്പോഴേക്കും ബാക്കിയുള്ള കുട്ടികൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യായിരിക്കും. അപ്പൊ കൂടുതൽ ഡിസ്റ്റർബൻസ് വരണ്ട എന്ന് കരുതി അത് മാത്രം ഒന്ന് ഐസൊലേറ്റഡ് ചെയ്ത് ചിലയിടങ്ങളിൽ കാണാറുണ്ട്. അപ്പൊ ഈ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് റൂം തന്നെ പറയുന്നതിനേക്കാൾ ആ ഒരു എൻവയോൺമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഷെൽഫ്, ചെറിയ ചെയർ, എല്ലാം ചൈൽഡ് സൈസ് ആയിരിക്കും, ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കും. നിറയെ മാറ്റ് ഉണ്ടായിരിക്കും. പിന്നെ മാറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുട്ടികൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാറ്റ് അൺഫോൾഡ് ചെയ്തിട്ട് മെറ്റീരിയൽസ് എല്ലാം അതിന്റെ മുകളിൽ വെച്ചായിരിക്കും ചെയ്യുന്നത്. പിന്നെ എല്ലാ സാധനങ്ങളും കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിലായിരിക്കും. എല്ലാം ഓപ്പൺ ആണ്, ഓപ്പൺ ഷെൽഫുകളാണ്.
അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട് മോണ്ടിസോറി ആ ഒരു എൻവിയോൺമെന്റിൽ. പിന്നെ ആ ഒരു എൻവിയോൺമെന്റും പുറത്തെ സ്ഥലവുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ അവിടെ നിറയെ വരാന്ത ഉണ്ടായിരിക്കും. ഇപ്പൊ ഈവൻ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ആക്ടിവിറ്റി നിർത്തിയിട്ട് അവന് പുറത്തേക്ക് പോകണം, ഗാർഡനിലേക്ക് പോകണം, ഇറ്റ്സ് വെരി ഈസി ഫോർ ഹിം ടു ഗോ ദർ. ആ ഒരു വരാന്തയിലൂടെ നടന്ന് തന്നെ അവന് പോകാം, അവൻ ആരുടെയും ഹെൽപ്പ് വേണ്ടി വരില്ല. അങ്ങനെ ആ രീതിയിൽ നിറയെ വരാന്തകളുള്ള ഒരു എൻവിയോൺമെന്റ് ആണ് മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇൻസൈഡ് എൻവിയോൺമെന്റും ഔട്ട്സൈഡ് എൻവിയോൺമെന്റും കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിലുണ്ട്. അപ്പൊ ഈ 6 വയസ്സ് വരെയും ഈ എല്ലാ ഗ്രൂപ്പും കൂടെ ഒരുമിച്ചായിരിക്കുക. നമുക്ക് LKG ക്ലാസ്സിൽ സാധാരണ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരേ ഏജ് 4.5 years ആ ഒരു രീതിയിലല്ലേ, അല്ലാതെ അവിടെ 4 വയസ്സും 5 വയസ്സും 6 വയസ്സും കൂടെ ഒരുമിച്ചിരിക്കാറില്ല. 1ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരേപോലത്തെ ഏജ്, ഒരു ഹാഫ് ഇയർ വ്യത്യാസമൊക്കെ തമ്മിൽ ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരേ ഏജ് തന്നെയായിരിക്കും. അതാണ് ട്രഡീഷണൽ മെത്തേഡിൽ പറയുന്നത് ഓൾ 1 ഏജ് എന്ന് കണ്ടോ, ഓൾ 1 ഏജ്. ഓക്കെ, സോ മറ്റേത് 3 years സ്പാൻ. പിന്നെ അൺഗ്രേഡഡ്, ഇവിടെ ഗ്രേഡിംഗ് സിസ്റ്റം ഇല്ല, മാർക്കിംഗ് സിസ്റ്റം ഇല്ല, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇവിടെ വരുന്നില്ല. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർസ് അല്ലെങ്കിൽ ഡയറക്ടർസിന്റെ അസിസ്റ്റന്റ്, ടീച്ചർ എന്നുള്ളൊരു വേർഡേ യൂസ് ചെയ്യില്ല കേട്ടോ, ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർസ്. അതായത് പ്രിൻസിപ്പൽ നമ്മൾ പറയുന്ന പോലെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർസ്. മെയിൻലി ലേഡി ആയതുകൊണ്ടാണ് ഡയറക്ടർസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവരെ ഒബ്സർവ് ചെയ്യും, ഇവരുടെ പെർഫോമൻസ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവര് നോട്ട് ചെയ്ത് വെക്കും, ഇവരുടെ പ്രോഗ്രസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കും, കാരണം പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ ഗ്രേഡഡ് ആണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ടെസ്റ്റ് പേപ്പറുകൾ, യൂണിറ്റ് ടെസ്റ്റ് നടത്തും, ടേം എക്സാം നടത്തും, അങ്ങനെ പല രീതിയിലൊക്കെ ക്രൈറ്റീരിയ, ഇവരുടെ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ഗ്രേഡ് കാർഡ് ഉണ്ടാവും, പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ ഗ്രേഡ് അങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ മാർക്ക് ചെയ്യും. എന്നിട്ടൊക്കെയാണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇനി 3rd പോയിന്റ് ആയിട്ട് പറഞ്ഞത് ചിൽഡ്രൻ ലേൺ ബൈ ഹാൻഡ്ലിങ് ഒബ്ജക്ട്സ് ആൻഡ് ടീച്ചിങ് ദംസെൽസ്. കുട്ടികൾ തന്നെത്താൻ ഒബ്ജക്ട്സ്, ടീച്ചിങ് എന്നുള്ള വേർഡിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ലേണിംഗ് എന്നുള്ളതായിരിക്കും കേട്ടോ. അപ്പൊ കുട്ടികൾ തന്നെത്താനെ തന്നെ മെറ്റീരിയൽസ് എടുത്തിട്ട് അവർ തന്നെ പഠിക്കുവാണ്. ഒരു ഓട്ടോ എഡ്യൂക്കേഷൻ, ഓട്ടോ ലേണിംഗ്, അതാണ് ഇവിടെ നടക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡില് ഡെഫിനറ്റ്ലി ടീച്ചർ ലെക്ചേഴ്സ് അല്ലെ, ടീച്ചർ പഠിപ്പിക്കുന്നു, ടീച്ചറുടേതായിട്ടുള്ള രീതിയിൽ അവര് ക്ലാസ് എടുക്കുന്നു. അതാണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. ജനറൽ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. നമുക്കറിയാം ഇപ്പൊ പല ടീച്ചേഴ്സും ഈ ഒരു മെത്തേഡിന്റെ ഇൻഫ്ലുവൻസ് ആണോ അല്ലെങ്കിൽ അവരുടെ സെൽഫായിട്ട് ഉണ്ടാകുന്ന ക്വാളിറ്റി കൊണ്ടാണോ എന്നറിയില്ല, ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് രീതിയിലും പല ആക്ടിവിറ്റീസിലൂടെ എല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജനറലി ഒന്ന് കമ്പയർ ചെയ്യുന്നതാണ്. പിന്നെ 4th വൺ മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ടു ഡെവലപ്പ്. ഇവിടെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ഏജിലെ കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് അവരുടെ മോട്ടോർ സ്കിൽസ്, മോട്ടോർ ആക്ഷൻ, മറ്റേത് സെൻസറി ആക്ഷൻസ്. സെൻസറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ യൂസിങ് ദെയർ 5 സെൻസ്. അവരവരുടെ 5 സെൻസും യൂസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അത് കുട്ടി ഒരു ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് അതിന്റെ എല്ലാ സെൻസസും യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അതിന് ആളുകളുടെ അമ്മയുടെ പ്രത്യേകിച്ച് ആ ഒരു സ്മെല്ലും മനസ്സിലാകും, ശബ്ദം മനസ്സിലാകും, അമ്മ ടച്ച് ചെയ്താൽ മനസ്സിലാകും. അപ്പൊ അത് സെൻസ് യൂസ് ചെയ്യുവാണ് കുട്ടി. അതുപോലെ തന്നെ ഈ ഒരു പ്രായം അവരവരുടെ സെൻസ് യൂസ് ചെയ്ത് നല്ല പോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രായമാണെന്ന് മോണ്ടിസോറി മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ആ സെൻസസിനെ ആക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് മോട്ടോർ സ്കില്ലും ഫൈൻ മോട്ടോർ സ്കിൽസും ഉണ്ട്. അതെന്താന്ന് നമ്മൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഗ്രോസ് മോട്ടോർ സ്കിൽ? പറഞ്ഞിട്ടില്ല. വലിയ മസിൽസിന്റെ മൂവ്മെന്റ്സ്, നമ്മുടെ നടക്കുക ആ രീതിയിൽ, ഓടുക, ആ രീതിയിൽ. ഓക്കെ, ഫൈനോ? ഫൈൻ എന്ന് പറയുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ, ഇപ്പൊ നമ്മളൊരു സാധനം പിക്ക് ചെയ്ത് അത് ഹോൾഡ് ചെയ്യുക, ആ രീതിയിൽ ചെറിയ മസിൽസിന്റെ മൂവ്മെന്റ്സ്.
യെസ്, അതാണ് ഫൈനും ഗ്രോസും. ഓക്കെ, അവർക്ക് ആദ്യം ഗ്രോസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡെവലപ്പ് ചെയ്യും, ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റും, പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. പക്ഷേ അവർക്ക് അവരുടെ കൊച്ചു മസിൽസ് മെയിൻലി ഫിംഗേഴ്സിൽ വരുന്നത്, അതുകൊണ്ട് ഇങ്ങനെ കുറേ സമയം അത് പിടിച്ചുകൊണ്ട് കുറേ ടൈമിൽ നിൽക്കാനായിട്ടൊക്കെ അതൊന്നും ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് ടോയ്സ് ഒക്കെ താഴെ വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറേച്ചങ്ങ് വെച്ച് കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. നമുക്കറിയാം 2.5 വയസ്സ് കഴിയുമ്പോഴാണ് കുട്ടികളെ നമ്മൾ എന്ത് ബിലീഫിലാണെങ്കിലും എഴുതാനായിട്ട് ചെയ്യിക്കുന്നത്, അല്ലെ? ദാറ്റ് ഇസ് അവരുടെ ആ ഫൈൻ മോട്ടോർ സ്കില്ല് ഡെവലപ്ഡ് ആകുന്ന ഒരു പ്രായം അതാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് കുട്ടികളുടെ ഈ 2 ആക്ഷൻസും പോയിന്റ് ഔട്ട് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്നത്. ട്രഡീഷണൽ മെത്തേഡിൽ എന്തൊക്കെയോ മെറ്റീരിയൽസ് ക്ലാസ് റൂമിൽ ഉണ്ടാകും, ബട്ട് ദാറ്റ് ഇസ് നോട്ട് സ്പെഷ്യൽ പർപ്പസ്. ആ ഒരു രീതിയിൽ പ്ലേ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഒരു നോൺ സ്പെസിഫിക് സ്കിൽസ് പലതും അവിടെ ഷെൽഫിലായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് കുട്ടികൾ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ അവർക്ക് ഒരു സയന്റിഫിക് വേയിലൊന്നും ചെയ്യാറില്ല. Next one, fifth one, materials used for specific purpose with sequence of steps. ഈ മെറ്റീരിയൽസ് പലതും പല സ്പെസിഫിക് ആയിട്ട് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഓരോന്നിനും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. അതായത് സയന്റിഫിക് തന്നെയാണ്. ഇപ്പോ അഡീഷൻ പഠിക്കാൻ, അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കാൻ, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ പഠിക്കാൻ, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള മെറ്റീരിയൽസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്മെല്ല് അറിയാൻ, സൗണ്ട് മനസ്സിലാക്കാൻ, അതിനൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പിന്നെ ഡിഫറെന്റ് പ്രഷർ എങ്ങനെ, ഓരോ കാര്യങ്ങൾക്കും പ്രഷർ എങ്ങനെ അപ്ലൈ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രഷർ സിലിണ്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ പേനയുണ്ടല്ലോ, ഈ പേന ഈ നോബ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ഈ റീഫില് താഴ്ന്നു വരുന്ന രീതിയിലുള്ള പേനയില്ലേ, ഡിപ്പ് ഇങ്ങനെ താഴ്ന്നു വരുന്നത്, അതുപോലെ പ്രഷർ സിലിണ്ടേഴ്സ് ഉണ്ട്. അതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പൊ പേനയുടെ നമുക്കറിയാം ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ മതി, അതങ്ങ് താഴ്ന്നോളൂ. പക്ഷെ ചില സാധനങ്ങൾക്കൊക്കെ പ്രഷർ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് പ്രഷർ മനസ്സിലാക്കാനുള്ള രീതിയിലുള്ള സിലിണ്ടേഴ്സ് അതെല്ലാം അവൈലബിൾ ആണ്. പിന്നെ കളർ മനസ്സിലാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ പർപ്പസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 5 points. അടുത്ത ആരാ വായിക്കാം? നെക്സ്റ്റ് 5 points. Yes, ma'am. Self-education through self-correcting materials. 7th one, child-centered learning. Next, child chooses materials. Next, child sets on pace. Child free to discover on. പത്തെണ്ണം പോരെ മാം? മതി. ട്രഡീഷണൽ use of reward and punishment as motivation. Teacher centered. Teacher set curriculum. Teacher set pace. Teacher guided children. Guides child. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ലേണിംഗ് ആണ്, ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. ദാറ്റ് ഈസ് സെൽഫ് എഡ്യൂക്കേഷൻ ത്രൂ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ്. സെൽഫ് എഡ്യൂക്കേഷൻ ത്രൂ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ്. ഒരു മെറ്റീരിയൽ ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തരാം. മോണ്ടിസോറി മെറ്റീരിയലിൽ ഉള്ളതാണ് നോബ്ഡ് സിലിണ്ടേഴ്സ്. ഇത് 4 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ തൽക്കാലം ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഇതിന്ന് 1 2 3 4 4 എണ്ണം നിൽക്കുന്ന നിങ്ങൾക്ക് കാണാം. ഞാൻ ഒരെണ്ണം എടുക്കാം. കാണിച്ചതാണ്. ഓക്കെ, ഫൈൻ. അറിയാലോ, അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്ക് ഇനി ഇത് നോബ്ഡ് സിലിണ്ടർ, നോബ്ലെസ് ആയിട്ടുള്ള സിലിണ്ടർ ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് നോബ്ലെസ് ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ഉണ്ട്. അത് 4 ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പല രീതിയിലും സിലിണ്ടേഴ്സ്. ഇപ്പൊ ഗ്രീൻ ആണേ,
പല രീതിയിലും സിലിണ്ടേഴ്സ് ഡിഫർ ചെയ്യുന്നുണ്ട്. എന്റെ റെക്കോർഡ് ബുക്കിൽ ഇത്ര എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. 10 ഉണ്ട് കേട്ടോ ശരിക്കും. ഈ സിലിണ്ടർ എങ്ങനെയാ പോകുന്നേ? കാണാലോ അല്ലെ? ഇതിന്റെ പ്രത്യേകത എന്താ? വണ്ണം കുറഞ്ഞിട്ട് ascending order. ഹൈറ്റ് ഇങ്ങനെ കൂടി വരുവാ അല്ലെ? Ascending order. ഹൈറ്റ് കൂടിയപ്പോ വേറെന്താ സംഭവിച്ചേ? അത് വണ്ണം കുറഞ്ഞു. വിട്ട് കുറഞ്ഞു. ഹൈറ്റ് ഇൻക്രീസസ് വിട്ട് ഡിക്രീസസ്. ആ ഒരു പാറ്റേണിലുള്ള സിലിണ്ടർ ആണ് ഇത്. ഓക്കെ, ഇതിന്റെ ബാക്കിയുണ്ട്. ഫസ്റ്റ് വൺ ഇതായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ എനിക്ക് എല്ലാം കൂടെ ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ഞാൻ കാണിക്കാതിരുന്നത്. സോ ഇനിയുണ്ട് ഒരു 10 എണ്ണം ഉണ്ട് അവിടെ. കേട്ടോ, വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ താഴെ വീഴും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റൊക്കെ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ വേണം നമ്മൾ കാണിക്കാൻ. എനിക്കിപ്പോ മാറ്റ് വിരിച്ച് നിങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാ. സോ അപ്പൊ ഇങ്ങനെ നമ്മൾ സിലിണ്ടേഴ്സ് കണ്ടു. ഇനി എല്ലാം വുഡാണ് കേട്ടോ. പിന്നെ അതിലെ പെയിന്റ് ഒക്കെ നല്ല ഫൈൻ ആണ്. കാരണം നമ്മളൊന്ന് ജസ്റ്റ് ചുരണ്ടി നോക്കിയപ്പോൾ അത് പോകില്ല. അതുപോലെ നല്ല ഫിനിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു സിലിണ്ടർ എടുക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങളൊന്ന് പറയണം. കാണിച്ചു തരാം. ഇത് 5 എണ്ണത്തിന്റെ സെറ്റാണ്. ഒരെണ്ണം കൂടെ ഉണ്ട് അതിന്റെ, പക്ഷെ വിട്ട് കുറഞ്ഞ കാരണം വെച്ചാൽ ചിലപ്പോൾ അത് താഴെ വീഴും. അതുകൊണ്ട് ഞാൻ കൈ പിടിക്കും. ഇതിന്റെ പ്രത്യേകത എന്താ? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, വിഡ്ത് ഡിക്രീസ് ചെയ്യുന്നു. നമ്മൾ വെച്ച ആ കളർ ഗ്രീനിന്റെ അതേ ഫീച്ചേഴ്സ് തന്നെ അല്ലേ? അതേ ഫീച്ചേഴ്സ് തന്നെ ഉള്ളതല്ലേ? ഹൈറ്റ് കൂടുമ്പോൾ വിഡ്ത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതിന്റെ ഒപ്പം വെക്കാം. ഒരെണ്ണം എന്റെ കയ്യിലുണ്ട് കേട്ടോ, ചെറുത് വുഡൻ. ഇത് എന്റെ കയ്യിലുണ്ട്. വെച്ചാൽ ചിലപ്പോ അതിങ്ങനെ വീഴും. ഓക്കെ, ഇനി ഇതിന്റെ കോമ്പിനേഷൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ഞാൻ ഇതിന്റെ മുകളിൽ വെച്ചു, ഇവിടെ വെച്ചു. കുട്ടി ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊന്ന് ചിന്തിക്കുവാണെങ്കിൽ, സോ എന്തോ ഒരു പാറ്റേൺ. ഓക്കെ, ചിലപ്പോ ഒരു ഫെസിലിറ്റേറ്റർ, കുട്ടികൾ ചിലപ്പോൾ ചിലത് ചെയ്യുമ്പോൾ ഈ ഫെസിലിറ്റേറ്ററെ നോക്കും. ഫെസിലിറ്റേറ്റർ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യില്ല, ഒബ്സർവ് ചെയ്യുള്ളൂ. അപ്പൊ സപ്പോർട്ട് വേണം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഫെസിലിറ്റേറ്റർ വന്നിട്ട് ശരിക്കും ഇനീഷ്യലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. പക്ഷെ എന്നാലും അവരുടെ ഓർമ്മയിലെല്ലാം വരണമെന്നില്ലല്ലോ. അവരവരുടേതായ രീതിയിൽ ചെയ്യും. നമ്മളുടെ ഈ നോബുള്ളത് 5 എണ്ണേ ഉള്ളൂ. നോബില്ലാത്തതാണ് 10 എണ്ണത്തിന്റെ സെറ്റ്. അതുപോലെ നോബുള്ളത് 10ന്റെ സെറ്റും ഉണ്ട്, അവൈലബിൾ ആണ്. മെറ്റീരിയൽ വാങ്ങിച്ചപ്പോ നമ്മൾ വാങ്ങിയത് 5 എണ്ണത്തിന്റെ ആയിപ്പോയി. ചെറുത് എന്റെ കയ്യിലുണ്ട്. ചെറുതിന്റെ മുകളിൽ വെച്ചാൽ വീണുപോകും. ഇപ്പൊ എന്താ ചെയ്തിരിക്കണേ? വിടുത്ത് സെയിം ആയിട്ടുള്ളത് ഒന്നിച്ച് വെച്ചു അല്ലെ? കോമ്പിനേഷനിൽ നമ്മൾ വിട്ട് 3 വെക്കാം. ബാക്കി ചിലപ്പോൾ വീണു പോകും. താഴെ മാറ്റിൽ വെക്കുന്നത് ഇപ്പൊ ഞാൻ കയ്യിൽ പിടിച്ചേക്കണോണ്ട് അതെല്ലാം പിന്നെ ഫാൻ കറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് വീഴാൻ ചാൻസ് കൂടുതൽ. ഇപ്പൊ ഇതാണ് ശരിക്കും കോമ്പിനേഷൻ ചെയ്യുമ്പോൾ കുട്ടികൾ കൊണ്ട് ചെയ്യിക്കുന്നത്.
നോർമലി ചെയ്യിക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ കുറെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഉണ്ട്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് നോബ്ഡ് സിലിണ്ടറും നോബ്ലെസ് സിലിണ്ടറും ചെയ്യാം. ഇത് ആദ്യം വെച്ചപ്പോ ഒരേ വിട്ടിന്റെ മുകളിലല്ല വെച്ചത്, അപ്പൊ മാറ്റി വീണ്ടും 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 ചെയ്ത് ഒരേ വിട്ടുള്ള സിലിണ്ടറിന്റെ മുകളിൽ വെച്ചു. ഇതാണ് ഓട്ടോ കറക്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് എറർ. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ശരിയാവില്ല, സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ ശരിയാവില്ല, തേർഡ് ടൈം ചെയ്യുമ്പോൾ ശരിയാവില്ല, ഫോർത്ത് ടൈം ചെയ്യുമ്പോഴേക്കും ശരിയായി എന്ന് വയ്ക്കും. സോ ദാറ്റ് മീൻസ് ആ ഒരു 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് കുട്ടികൾക്ക് അത് ശരിയായത്. ബട്ട് പിന്നീട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് അവരുടെ ഓർമ്മയിൽ ഉണ്ടാകും. അങ്ങനെയാണ് ഓട്ടോ കറക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ആവുന്നത്. കൺട്രോൾ ഓഫ് എറർ, അവർ തന്നെയാണ് അവർക്ക് വരുന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുന്നത്. വേറൊരാൾ ചെന്നിട്ട് നീ ചെയ്തത് തെറ്റാണ്, അപ്പൊ അങ്ങനെ പറയുമ്പോഴേക്കും ഗിൽറ്റി ഫീലിംഗ് വരും, ഭയങ്കര ഇൻഫീരിയർ ആകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഫെസിലിറ്റേറ്റർ ഇന്റർവ്യൂൻ ചെയ്യാത്തതും കറക്റ്റ് ചെയ്യാനായിട്ട് പോവാത്തതും കുട്ടികളെ തന്നെ ചെയ്ത് കറക്റ്റ് ആവുന്നതും. അതേസമയം ട്രഡീഷണൽ മെത്തേഡിലോ ദിസ് ഇസ് റോങ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ടീച്ചറുടെ അടുത്തേക്ക് നിന്ന് വരുമ്പോഴേ തന്നെ കുട്ടി അങ്ങ് ഡൗൺ ആയി കഴിയും. ഒരു ക്രോസ് മാർക്കും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും എല്ലാം കഴിയും. സോ അതാണ് മെത്തേഡ് പറയുന്നത്. എന്ന് വെച്ചോട്ടെ. ഭയങ്കര സൂക്ഷിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതാ. പിന്നെ ഇത് കാണിച്ചു തന്നല്ലേ അന്ന്, കറക്റ്റ് ആ ഗ്രൂവില് തന്നെ കുട്ടികള് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് അല്ലാതെ വെക്കുവാണെങ്കിൽ ഫൈനലി മിനിമം ഒന്നെങ്കിലും ബാലൻസ് വരും. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാകും എവിടെയോ ശരിയാവാനുണ്ട്, അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. മാം ഇത് ഓൺലൈനിൽ മേടിച്ചാണോ? ഞാൻ വാങ്ങിയതല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാ. നമ്മൾക്ക് ഇത് എല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലി ആണ്. പിന്നെ മറിയ മോണ്ടിസോറിയുടെ തുടക്ക സമയത്തുണ്ടായ മെറ്റീരിയൽസിൽ നിന്നും കുറെ അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പൊ ഉണ്ട് കേട്ടോ. കാരണം മറിയ മോണ്ടിസോറി തന്നെ ആദ്യം മെറ്റീരിയൽസ് വെച്ചു, അത് കഴിഞ്ഞിട്ട് ഈ മെറ്റീരിയൽസ് പലതിനും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ആക്സിഡന്റലി അൺഎക്സ്പെക്ടഡ്ലി പലതും കുട്ടികളുടെ സൈഡിൽ നിന്നായിട്ട് തന്നെ പല കാര്യങ്ങളും സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇവർ ഓരോ മെറ്റീരിയൽസും അതിനനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. മെറ്റീരിയൽസും എൻവയോൺമെന്റും അങ്ങനെയാണല്ലോ. ക്ലാസ് റൂം ആയിട്ടില്ല, ആ ഒരു എൻവയോൺമെന്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആക്കുവാണ്. പക്ഷെ നമ്മളിപ്പോ ഒരു സ്കൂളിൽ ചേർക്കുമ്പോഴോ ഓൾറെഡി സംതിങ് ഇസ് ദെയർ ഇൻ ദാറ്റ് ക്ലാസ് റൂം. അത് അതുപോലെ തന്നെയാണ്. പിന്നെയും എന്തെങ്കിലുമൊക്കെ അവര് കാര്യങ്ങളൊക്കെ പിന്നീട് മാറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളതേ ഉള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഏതായിരുന്നു പറഞ്ഞത്? സെൽഫ് എഡ്യൂക്കേഷൻ ത്രൂ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ്, അതാണ് പറഞ്ഞത്. തന്നെത്താനെയാണ് അവർ കറക്റ്റ് ചെയ്യുന്നത്. സോ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും അങ്ങനെ ചെയ്യുമ്പോൾ. വേറൊരാള് പറയുമ്പോഴേക്കും ഭയങ്കര ഒരു ഷെയിം, ഗിൽറ്റി ഫീലിംഗ്, ആ ഒരു ഏജ് അല്ലേ. പിന്നെ ഇവിടെ ഏതാ പറഞ്ഞു? യെസ്, ഇതായിരുന്നു ട്രഡീഷണലിന് നല്ലത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ്. സംഹൗ ചില അപ്രീസിയലൊക്കെ ഓക്കെയാണ്, അതിനോട് ഞാൻ യോജിക്കുന്നു. ബട്ട് നമ്മളൊരു കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ, അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അപ്രീസിയേഷൻ കൊടുക്കാതിരിക്കുക. അതേസമയം ഇപ്പൊ ഒരു ക്യൂസ് കോമ്പറ്റീഷൻ ഒരു കുട്ടി പോകുന്നു, ആ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് 2 കുട്ടികൾ പോകുന്നു, അവരെ അസംബ്ലിയിൽ അപ്രൈസ് ചെയ്യുന്നു, അവർക്ക് മെഡൽ കൊടുക്കുന്നു അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ. അതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ പോലെ തന്നെയാണ്. പക്ഷെ ക്ലാസ് റൂമിൽ ഒരാൾക്ക് പണിഷ്മെന്റ് ഒരാൾക്ക് റിവാർഡ് ഒക്കെ ആകുമ്പോൾ ദാറ്റ് വിൽ അഫക്ട് ദെയർ മെന്റൽ സ്റ്റെബിലിറ്റി. ആ ഒരു വിഷമം പോലെ അവർക്ക് വരും. അത് ചെറിയ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും. വലിയ കുട്ടികളിലും വരാറുണ്ട്. കാരണം ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 40 സ്റ്റുഡൻസിൽ ഞങ്ങള് 14 ഗേൾസേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മുഴുവൻ ബോയ്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾക്ക് സെമസ്റ്റർ ആണല്ലോ. അപ്പം സെമസ്റ്റർ എക്സാമിന് മുമ്പ് നമുക്ക് ഇന്റേണൽസ് സെഷനൽസ് നടക്കും, ഇന്റേണൽ എക്സാം നടക്കും. ഇന്റേണൽ എക്സാമിന്റെ മാർക്കൊക്കെ വരുമ്പോഴേക്കും
നമ്മള് നമ്മളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് പഠിച്ചു, ആ ഒരു മാർക്ക് വാങ്ങുന്നു. ബട്ട് ഈ ബോയ്സിന് ഇപ്പൊ നമ്മൾ 14 പെൺകുട്ടികളും അവർ ഓക്കെയാ, ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദയർ മാർക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്ന പരിപാടിയില്ല. ബട്ട് ഈ ബോയ്സ് ഭയങ്കര സ്ട്രെസ്സിലാവുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വേറൊരാൾക്ക് മാർക്ക് കൂടുതൽ കണ്ടു കഴിയുമ്പോഴേക്കും ഇവർക്കും കൂടെ ടെൻഷൻ, അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ അതിപ്പോ ഏത് ഏജിലും വരാലോ അങ്ങനത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് കൊച്ചുകുട്ടികളിൽ മാത്രമല്ല ഈ ഒരു പ്രശ്നം വരുന്നത്. ക്ലാസ്സിലൊരു കുട്ടിക്ക് നല്ലൊരു മാർക്ക് കിട്ടി, മാർക്ക് കിട്ടുമ്പോൾ ടീച്ചർ ആ കുട്ടിയെ ഭയങ്കരമായിട്ട് അപ്രൈസ് ചെയ്യുന്നു, എന്തെങ്കിലും റിവാർഡ് കൊടുക്കുന്നു. ബാക്കിയുള്ള കുട്ടികൾക്കൊന്നുമില്ല. ഇപ്പം ഹോംവർക്ക് ചെയ്യാതെ വന്ന ഒരാളെ പണിഷ് ചെയ്യുന്നു ആ ഒരു സമയത്ത്. അതൊക്കെയാണ് ട്രഡീഷണൽ മെത്തേഡിൽ കാണുന്നത്. ഇമ്പോസിഷൻ കൊടുക്കുന്നു, അങ്ങനെയുള്ള രീതികളൊക്കെ. ഓക്കെ, കുറേ നാളത്തേക്ക് ഇങ്ങനെ ആ ഒരു പണിഷ്മെന്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് കുറെ നാൾ ആ ഒരു വിഷമം, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാ കുട്ടികളും ഒരേപോലെയെന്നല്ല. ചില കുട്ടികൾ ഭയങ്കര ഡൗൺ ആയിപ്പോ, ചില കുട്ടികൾ അത് വാശിയായിട്ടിരുന്ന് പഠിക്കും. അങ്ങനെയുണ്ട്, എല്ലാ കുട്ടികളും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ഇവിടെ ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ്, കുട്ടിയാണ് പ്രധാന. ചൈൽഡ് ഇസ് ദ കിങ് എന്ന് പറയുന്ന പോലെ ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ് ട്രഡീഷണലിന്. ടീച്ചർ സെന്റേർഡ് ലേണിംഗ്, ടീച്ചറാണ് അവിടെ കേന്ദ്ര കഥാപാത്രമായിട്ട്. അവരാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലെക്ചർ കൊടുക്കും. പിന്നെ ഇവിടെ ആക്ടിവിറ്റി ചെയ്യാനുള്ള മെറ്റീരിയൽസ് കുട്ടിയാണ് ചൂസ് ചെയ്യുന്നത്. ചൈൽഡ് ചൂസസ് മെറ്റീരിയൽസ്, അതാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ ആണെന്ന് തോന്നുന്നു വരുന്നുണ്ട്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മറിയാം മോണ്ടിസോറിയുടെ ആ ഒരു സ്കൂളില് അടച്ചു വെച്ച ഷെൽഫുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ മെറ്റീരിയൽസ് എല്ലാം ഷെൽഫിനകത്ത് വെച്ച് ലോക്ക് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അവിടെയുള്ള മെയിൻ ഫെസിലിറ്റേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ കുട്ടികൾക്കും ഫെസിലിറ്റേറ്റർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽസ് വേണമെന്നുള്ളത്. അവർ എടുത്തു കൊടുക്കാറാണ് പതിവ്. മറിയം മോണ്ടിസോറിയുടെ അസിസ്റ്റന്റ് ആയ കാൻഡിഡ എന്ന് പറഞ്ഞ ആ ഒരു ഫെസിലിറ്റേറ്റർ ആയിരുന്നു. ഒരു ദിവസം ഈ കാൻഡിഡ ഈവനിങ് കുട്ടികളെല്ലാം ക്ലാസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഈ ഷെൽഫ് ക്ലോസ് ചെയ്യാനായിട്ട് മറന്നുപോയി. പിറ്റേ ദിവസം അവർ വരാനും ലേറ്റ് ആയി. കുട്ടികളെല്ലാം സമയത്ത് വന്നപ്പോ എന്താ കാണുന്നത്, ഷെൽഫ് തുറന്നു കിടക്കുന്നു. അവരൊക്കെ പോയി അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വന്ന് അവർ കളിക്കാനായിട്ട് തുടങ്ങി. അവർ ആക്ടിവിറ്റി തുടങ്ങി. വർക്ക് ടു പ്ലേ എന്നാണല്ലോ, ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് കാൻഡിഡ കയറി വരുന്നത്. അപ്പൊ മറിയം മോണ്ടിസോറി അവിടെ ഉണ്ട് കുട്ടികളുടെ കൂടെ. മറിയം മോണ്ടിസോറി കുട്ടികളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. മോണ്ടിസോറി നോക്കുമ്പോ എന്താ, കുട്ടികൾ ചെന്ന സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് തുറന്നു കിടക്കുന്ന കണ്ടപ്പോ അവര് എടുത്തു. അവര് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുക. ഈ കാൻഡിഡ കയറി വരുമ്പോ കാണുന്ന കാഴ്ച ഇതാണ്. മെറ്റീരിയൽസ് എല്ലാം എടുത്ത് കുട്ടികളെ ആക്ടിവിറ്റി ചെയ്യുന്നു. അപ്പൊ ഭയങ്കരമായ ദേഷ്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പറയണത് കുട്ടികൾ സ്റ്റീൽ ചെയ്തു, മോഷ്ടിച്ചു എന്നുള്ള രീതിയിൽ, ചോദിക്കാതെയാണല്ലോ എടുത്തത്. അപ്പൊ മറിയം മോണ്ടിസോറി അവരെ ആശ്വസിപ്പിക്കുവാണ്. അതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടന്ന ഒരു സംഭവമാണ്. അപ്പോ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് അവരുടെ ഫ്രീഡം ആയിട്ട് തന്നെ കണ്ട് നമുക്കിനി ഇങ്ങനെ തന്നെ ആവാം. പിന്നെ അതിന് ശേഷമാണ് ഓപ്പൺ ഷെൽഫുകളും ചൈൽഡ് സൈസ്ഡ് ആയിട്ടുള്ള ഷെൽഫുകളും എല്ലാം വെച്ച് കുട്ടികൾക്ക് ഇഷ്ടമുള്ള അവരുടെ ഒരു ചോയ്സ്, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്ത് ആക്ടിവിറ്റി ചെയ്യാം എന്നുള്ള രീതിയിൽ പിന്നെ മെത്തേഡിൽ മാറ്റങ്ങൾ വരുത്തിയത്. അതാണ് പറഞ്ഞത്. ഓരോരോ ഇൻസിഡന്റ് വെച്ചിട്ട് അത് നല്ലൊരു ഇമ്പാക്റ്റ് ആണെന്ന് കണ്ടപ്പോ മറിയം മോണ്ടിസോറി അതിന് അപ്ഡേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ മോണ്ടിസോറി സ്കൂളുകളിലും മെറ്റീരിയൽസ് ആ ഒരു സ്കൂളിന്റെ അവരുടെ ഒരു രീതി അനുസരിച്ച് അവർ സെലക്ട് ചെയ്യുന്നുണ്ട് പല പല മെറ്റീരിയൽസ്. ഇവിടെ ചൈൽഡ് ചൂസസ് മെറ്റീരിയൽസ്, കുട്ടികളെ തന്നെ മെറ്റീരിയൽസ് ചൂസ് ചെയ്ത് അവര് തന്നെ ചെയ്യുന്നു. ഇനി ട്രഡീഷണൽ എന്താ പറയണേ നോക്കാം. ടീച്ചറാണ് കരിക്കുലം സെറ്റ് ചെയ്യുന്നത്. ടീച്ചർ മീൻസ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവും, അവരതൊരു കരിക്കുലം സെറ്റ് ചെയ്യുവാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഒരു സിസ്റ്റം ആയിട്ട് തന്നെയാണ്. ഒരു കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ആ ഒരു രീതിയിലൊന്നും ചെയ്യുന്നില്ല. ടീച്ചർ കരിക്കുലം സെറ്റ് ചെയ്യുന്നു. ഒരു സിലബസ്, ലാംഗ്വേജസ് ഇത്ര ഉണ്ടാകും, അല്ലെങ്കിൽ സബ്ജക്ട് ഇത്രയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. നെക്സ്റ്റ്, ചൈൽഡ് സെറ്റ്സ് ഓൺ പേസ്. ഓരോ ആക്ടിവിറ്റി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡീഷൻ, ABCD എന്ന് 4 കുട്ടികളുണ്ട്. അതിൽ എയും സിയും അഡീഷൻ ചെയ്യുവാന്ന് വിചാരിക്കാം. പിയും ടിയും വേറെ പല ആക്ടിവിറ്റി ചെയ്യുവാണ്. ഒരേ ആക്ടിവിറ്റി ചെയ്യുന്ന 2 കുട്ടികളാണ് A and C എന്ന് വിചാരിക്കാം. അപ്പം ആ അഡീഷൻ എന്നുള്ള ആക്ടിവിറ്റി ഒരു
20 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അതേസമയം സി ആ ആക്ടിവിറ്റി 30 മിനിറ്റ്സ് എടുത്തു. അതായത് ഒരാൾ കുറച്ച് ടൈം കമ്പയർഡ് ടു മറ്റേയാള്. അപ്പം എയുടെ ഒരു പൊട്ടൻഷ്യൽ അതാണ്, 20 മിനിറ്റ്സ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. സി അത് 30 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ബട്ട് അവിടെ ഫെസിലിറ്റേറ്റർ ഒന്നും ഇവരെ പ്രഷർ ചെയ്യില്ല, വേഗം ചെയ്യുന്നുള്ളൂ. അതേസമയം ട്രഡീഷണൽ മെത്തേഡിലും നമുക്കൊരു പീരീഡ് 35-40 മിനിറ്റ്സ് ഉണ്ടാവുമായിരിക്കും ഒരു പീരീഡ്. മാത്സിൽ 2 നമ്പർ ആഡ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ബോർഡിൽ എഴുതി കൊടുത്തേക്കുമെന്ന് വിചാരിച്ചു. കുട്ടികൾ ചെയ്യുന്നു. കുറെ പേര് ആദ്യം ചെയ്ത് കഴിയും, കുറെ പേര് സ്ലോ ആയിരിക്കും ചെയ്യാനായിട്ട്. ടീച്ചർ എന്താ ചെയ്യുന്നത്? വേഗം ചെയ്യും, ബെല്ലടിക്കും, സമയം തീരാറായി. കുറെ പേര് ചെയ്തു കഴിഞ്ഞു, കുറച്ചു പേര് ചെയ്തിട്ടുണ്ടാവില്ല. ടീച്ചർ ആൻസർ ബോർഡിൽ എഴുതുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കും, അല്ലേ? അപ്പോ മോണ്ടിസോറി മെത്തേഡിൽ ടൈം സെറ്റ് ചെയ്യുന്നത് കുട്ടികൾ തന്നെയാണ്. ചൈൽഡ് സെറ്റ്സ് ഓൺ പേസ്. അതേസമയം ട്രഡീഷണൽ മെത്തേഡിലോ അവിടെ ഒരു ടൈം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, ടീച്ചറാണ് സെറ്റ് ചെയ്യുന്നത്. അവിടെ പ്രഷറുമാണ്, പെട്ടെന്ന് ചെയ്യാതെ എത്ര സിമ്പിൾ ആണല്ലോ, എന്താ ചെയ്യാത്തെ, ഇത്ര നേരമായി, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം. ഓക്കെ, നെക്സ്റ്റ് ചൈൽഡ് ഫ്രീ ടു ഡിസ്കവർ ഓൺ. ഇവിടെ കുട്ടികൾക്ക് നല്ലൊരു ഫ്രീഡം ആണ്. അവർ പല കാര്യം ഇവിടെ ശരിക്കും ഡിസ്കവറീസ് നടക്കുക മോണ്ടിസോറി മെത്തേഡിൽ. പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവുന്നു. ഇവിടെ ടീച്ചർ ഗൈഡ്സ് ചൈൽഡ്. ഇവിടെ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന ടീച്ചറാണ്. കുട്ടികളുടേതായിട്ടുള്ള ഇന്നോവേഷൻസോ ഡിസ്കവറീസോ ഒന്നും ഇവിടെ നടക്കുന്നില്ല ട്രഡീഷണൽ മെത്തേഡിൽ. ഓക്കെ, നെക്സ്റ്റ് 5 പോയിന്റ്സ്. ആരാ വയ്ക്കുക? Okay, ma'am. Child completes a cycle of activity and few interruptions, self-correcting materials, freedom to move and work within classroom, individual learning, emphasis on concrete. അടുത്തത് ട്രഡീഷണൽ വായിച്ചോട്ടെ മാം. Frequent interruption, teacher correct error, assign seats and specific class periods, group learning, emphasis on abstract. ചൈൽഡ് കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ആക്ടിവിറ്റി ആൻഡ് ഫ്യൂ ഇന്ററപ്ഷൻസ്. കുട്ടി തന്നെയാണ് ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യുന്നത്. അവിടെ ഇന്ററപ്ഷൻസ് വളരെ കുറവായിരിക്കും. ആരും വന്ന് ഇടപെടില്ല, ടീച്ചർ വന്ന് വഴക്ക് പറയുന്നില്ല, പ്രഷർ ചെയ്യുന്നില്ല. അപ്പൊ അതാണ്. അതേസമയം ട്രഡീഷണൽ മെത്തേഡില് ഫ്രീക്വന്റ് ഇന്ററപ്ഷൻസ് ആണ്. അവിടെ ഇന്ററപ്ഷൻസ് വളരെ കൂടുതലാണ്. എല്ലാരും വേഗം ചെയ്യുക, സമയം വളരെ കുറവാണ്, ഇത്ര നേരമായിട്ട് കഴിഞ്ഞില്ലേ, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, അങ്ങനെയുള്ള കുറെ ഇന്ററപ്ഷൻസ് ഇവിടെ നടക്കും. സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി കണ്ടു. കൺട്രോൾ ഓഫ് എറർ, ഓട്ടോ കറക്ഷൻ, ഓട്ടോ ലേണിംഗ് ആണ്. അപ്പൊ തന്നെത്താനെ തന്നെ അവര് അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ പക്ഷെ കറക്റ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും ട്രഡീഷണലില്. ടീച്ചർ കറക്ട്സ് എറേഴ്സ്. നീ ചെയ്തത് തെറ്റാണ്, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അടുത്ത പ്രാവശ്യം തെറ്റിക്കരുത്, ഇങ്ങനെയുള്ള ചില കമന്റ്സും വരും. ടീച്ചർ കറക്ട്സ് എറേഴ്സ്. എല്ലാ ടീച്ചർമാരും അങ്ങനെയാണല്ലോ കേട്ടോ പറഞ്ഞതാ. ഫ്രീഡം ടു മൂവ് ആൻഡ് വർക്ക് വിത്തിൻ ക്ലാസ് റൂം. ഇവിടെ ഒരു സ്പെസിഫൈഡ് സീറ്റോ ഒന്നുമില്ല, അവിടെ തന്നെ അനങ്ങാണ്ടിരുന്നോളണം. അടുത്ത പീരീഡ് ആകുമ്പോ അല്ലെങ്കിൽ ഫ്രീ ലെഷർ ടൈമിലേ പുറത്തു പോകാൻ പാടുള്ളൂ, അങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങളും കണ്ടീഷൻസും ഒന്നും ഇവിടെ ഇല്ല. അവിടെ ഫ്രീഡം ടു മൂവ് ആണ്, അവർക്ക് അവിടെ ഇങ്ങനെ നടക്കാം. മോണ്ടിസോറി പറയുന്നുണ്ട്, മൂവ്മെന്റ് ഇസ് എ ഫണ്ടമെന്റൽ ഫാക്ടർ ഓഫ് ഡെവലപ്മെന്റ് എന്ന്. അതായത് അനങ്ങാതിരിക്കുന്നതിനേക്കാളും ഇരിക്കുന്നതല്ല, മൂവ് ചെയ്യുന്നതാണ് ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഒരു കീ ഫാക്ടർ, ഫണ്ടമെന്റൽ ഫാക്ടർ ആയിട്ട് പറയുന്നത്. നമ്മൾ ശരിക്കും എന്താ പറയുക, എന്തെങ്കിലും ഒരു സാധനം ജീവനുണ്ടോന്ന് നോക്കുന്നത് എങ്ങനെയാ? ഒരു കിളി താഴെ വീണ് കിടക്കുന്നു, നമ്മള് ഇതിന് ജീവനുണ്ടെന്ന് പറയുന്ന എപ്പോഴാ? അതിന് അനക്കം ഉണ്ടെങ്കിൽ പറയും അല്ലെ ജീവനുണ്ട്.
സോ ലൈവ്ലി ആവാൻ മൂവ്മെന്റ് വേണമെന്നാണ്. സോ ഫ്രീഡം ടു മൂവ് ആൻഡ് വർക്ക് വിത്തിൻ ക്ലാസ് റൂം. എല്ലാ കാര്യങ്ങളും ആ ഒരു ക്ലാസ് റൂം, ആ ഒരു എൻവയോൺമെന്റിലായിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ അസൈൻ സീറ്റ്സ് ആൻഡ് സ്പെസിഫിക് ക്ലാസ് പീരീഡ്. ഓരോരുത്തർക്കും ഓരോ സീറ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസ് പീരീഡുകൾ ഉണ്ട്. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ മാത്സ്, അല്ലെങ്കിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ EVS, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ സ്പെസിഫിക് ക്ലാസ് പീരീഡ് ഉണ്ട്. കുട്ടികൾ ആ സീറ്റിൽ തന്നെ ഇരിക്കണം. ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻ ഉള്ളപ്പോൾ മാത്രമാണ് ഒന്ന് എണീക്കാനോ ഇരിക്കാനോ മൂവ് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. സോ ആ ഒരു രീതിയിലാണ് ട്രഡീഷണൽ മെത്തേഡിൽ. റെക്കഗ്നേഷൻ ഇൻഡിവിജ്വൽ ലേണിംഗ്. ഇവിടെ ഓരോ കുട്ടിയും തന്നെത്താനെ ഗ്രൂപ്പ് ഡൈനാമിക്സും അവിടെയുണ്ട്. ഗ്രൂപ്പായിട്ടും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻഡിവിജ്വലി ആണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇൻഡിവിജ്വലി ആണ് ഓരോ ആക്ടിവിറ്റി ചെയ്ത് ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ട്രഡീഷണലില് ഗ്രൂപ്പ് ലേണിംഗ്. ഇപ്പൊ മാത്സ് പഠിപ്പിക്കുവാണ്. എല്ലാ കുട്ടികളും 30 കുട്ടികൾ ക്ലാസ്സിലുണ്ട്. 30 കുട്ടികൾക്കും ആ ഒരു പീരീഡ് മാത്സ് ആയിരിക്കും അല്ലെ. അതേസമയം മോണ്ടിസോറി മെത്തേഡിൽ ഒരു കുട്ടി അരിത്തമാറ്റിക് ഇതാണ് അഡീഷൻ ചെയ്യുന്നു, ഒരു കുട്ടി ലാംഗ്വേജ് സെഷനിൽ ചെയ്യുന്നു, ഒരു കുട്ടി ഇപ്പൊ സെൻസോറിയൽ മെറ്റീരിയൽസ് വെച്ചിട്ട് പല ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ലെങ്ത് മനസ്സിലാക്കുന്നു, ഹൈറ്റ് മനസ്സിലാക്കുന്നു, വെയിറ്റ് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള മെറ്റീരിയൽസ് വെച്ചുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. സോ മറ്റേ ട്രഡീഷണലിലാണെങ്കിൽ മാത്സ് ആണെങ്കിൽ മാത്സ്, മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ആ ഒരു രീതിയിൽ ഗ്രൂപ്പ് ലേണിംഗ് ആണ്. നെക്സ്റ്റ് വൺ എംഫസിസ്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എംഫസിസ് ഓൺ കോൺക്രീറ്റ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ, എല്ലാം റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഒരു ലേണിംഗ്. എല്ലാം കോൺക്രീറ്റ് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതേസമയം ട്രഡീഷണൽ ആണെങ്കിൽ ഇമാജിനേഷൻ, അസംഷൻ, അങ്ങനെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള രീതിയിലായിരിക്കും ട്രഡീഷണലിൽ വരുന്നത്. എംഫസിസ് ഓൺ അബ്സ്ട്രാക്ട്, ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്, അങ്ങനെയുള്ള രീതിയിലൊരു അസംഷൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ഇമാജിനേഷൻ ഒക്കെ വെച്ചിട്ടായിരിക്കും ട്രഡീഷണൽ മെത്തേഡിൽ പഠിപ്പിക്കുന്നത്. മറ്റേത് കുട്ടികളെ റിയാലിറ്റിയുമായിട്ട്, ഇപ്പൊ മഴ പെയ്യുന്നത്, മഴയുടെ കാര്യം, അത് മഴ സമയത്ത് കുട്ടികളെ പുറത്തിറക്കി മഴ നനയിക്കുന്നു. പിന്നെ വെള്ളത്തിന്റെ തണുപ്പ് ഫീൽ ചെയ്യുന്നത്, വെള്ളത്തിൽ ഇറക്കി വെള്ളത്തിൽ കളിപ്പിക്കുന്നു. ചെളി, മണ്ണ് കുഴച്ച് ചെളി പോലെ ആക്കുന്നു, അവര് തന്നെ മണ്ണ് കുഴച്ച് ആ ചെളിയാക്കുന്നു, അതെല്ലാം. സോ ദാറ്റ് ഇസ് റിയൽ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ ഒരു ലേണിംഗ്. റിയാലിറ്റി ഓറിയന്റഡ്, അത് തന്നെയാണ് പറഞ്ഞത്. ഈവൻ മെറ്റീരിയൽസ് വരെ, ഇപ്പൊ ഞാൻ കാണിച്ച മെറ്റീരിയൽസ് എല്ലാം നാച്ചുറൽ തിങ്സ് കൊണ്ടുള്ള മെറ്റീരിയൽസ് ആണ്. വുഡ് എല്ലാം ഫൈൻ വുഡാ. ഓക്കെ, നെക്സ്റ്റ് 5 points. Yes. Yes, ma'am. Reality oriented, specific place for material, sense of order, recognition of sensitive period, emphasis on more cognitive learning, quite by choice and out of regard for others. Traditional, much role playing and fantasy, ransom placement not necessary to specific place, all children treated alike, emphasis on social development, quite enforced. റിയാലിറ്റി ഓറിയന്റഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവരെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. അവിടെ ഗാർഡൻ ഉണ്ടായിരിക്കും, സാൻഡ് പിറ്റ് ഉണ്ടായിരിക്കും, മണ്ണുകൊണ്ട് പിറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. പിന്നെ വെള്ളം ആവശ്യത്തിന്, ചിലയിടത്ത് പൂളുകൾ ഉണ്ടാവും. പിന്നെ ആ ഒരു സേഫ്റ്റി ഇത് കൊണ്ട് ഈ നമ്മൾ വാങ്ങിക്കുന്ന ഒരു പൂളുണ്ടല്ലോ, ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ വലുത്, ഞാൻ പോയ മോണ്ടിസോറി സ്കൂളിൽ അതാണ് പൂളായിട്ട് കാണുന്നത്. അതാകുമ്പോ അപകടം അധികം സംഭവിക്കില്ലല്ലോ. ഈവൻ താഴെയുള്ള ടൈലൊക്കെ ആണെങ്കിൽ ഇവര് ചെന്ന് കാലിന്റെ മുട്ടിടിക്കുകയോ ചെന്ന് ഇടിച്ചു വീഴുവോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനത്തെ ഒരു വലിയൊരു പ്ലാസ്റ്റിക്കിന്റെ സാധനമാകുമ്പോൾ അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരവിടെ പൂളിന് പകരം അതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൽ കുട്ടികൾ വെള്ളം നിറച്ചിട്ട് അവരെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ചെടി നടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. റിയാലിറ്റി ഓറിയന്റഡ്.
പിന്നെ ഓരോ മെറ്റീരിയൽസിനും സ്പെസിഫിക് പ്ലേസസ് ഉണ്ട്. എല്ലാം ഒരു ഓർഡറിൽ തന്നെയായിരിക്കും. മിസ്പ്ലേസ്ഡ് ആയിട്ടൊന്നും വെക്കാൻ പറ്റില്ല. കുട്ടികൾക്കും അറിയാം ഓരോ മെറ്റീരിയൽസ് ഇരിക്കുന്നത് ഏതാണ്. അവിടെയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ഏരിയ ആണെന്ന്. ലാംഗ്വേജ് ഏരിയ, പ്രാക്ടിക്കൽ ഏരിയ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ഏരിയയിലും മെറ്റീരിയൽസ് ഏതാന്ന് കുട്ടികൾക്കും അറിയാം. പിന്നെ ഇവിടെ സെൻസിറ്റീവ് പീരീഡ് ആണ്. സെൻസിറ്റീവ് പീരീഡ് ഇൻ ദ സെൻസ് ഇവരുടെ മോർ സെൻസിറ്റീവ് ആയിരിക്കും ഇവർ പല കാര്യങ്ങളുമായിട്ട്. ശബ്ദം കേട്ടാൽ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഓക്കെ. പിന്നെ ഒരു എന്താ പറയാ, ആരെങ്കിലും പാസ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കും. പിന്നെ എന്തെങ്കിലും സ്മെല്ല് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൂ വിരിഞ്ഞു നിൽക്കുമ്പോൾ, അപ്പൊ അങ്ങനെ ഒരു കുട്ടികളുടെ മോണ്ടിസോറി പറയുന്നത് ഈ ഒരു ടൈമില് നമ്മൾ പഠിക്കുന്നുണ്ട് സെൽഫ് കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു ചാപ്റ്ററിൽ കുട്ടികളുടെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മളിപ്പം മോട്ടോർ ആക്ഷൻസും സെൻസറി ആക്ഷൻസും പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഏജിനെ, ആ ഒരു പീരീഡിനെ രണ്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് സെൻസിറ്റീവ് പീരീഡും ഒന്ന് അബ്സോർബൻ മൈൻഡും. ഇവര് മോർ സെൻസിറ്റീവ് ടു ഓൾ ദ തിങ്സ് ഇൻ ദ എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഇവര് ഭയങ്കരമായിട്ട് ഇവർക്ക് അറ്റൻഷൻ വരും. ഇവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവര് അബ്സോർബൻ മൈൻഡ് ആണ്. ഒരു സ്പഞ്ച് നമ്മളൊരു വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്പഞ്ച് ആ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെ ഇവര് കാര്യങ്ങൾ പെട്ടെന്ന് പിടിച്ചെടുക്കും. കാണുന്നതും കേൾക്കുന്നതും എല്ലാം പെട്ടെന്ന് ഇവരുടെ മനസ്സിലേക്ക് അങ്ങ് രജിസ്റ്റർ ആവും. അതുകൊണ്ടാ പറയുന്ന കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അതും ഇതും പറയരുതെന്നൊക്കെ പറയില്ലേ. പലപ്പോഴും പാരന്റ്സ് വളരെ സൂക്ഷിച്ച് സംസാരിക്കും കുട്ടികളുടെ മുമ്പിൽ വെച്ച്. കാരണം ഇത് പെട്ടെന്ന് എല്ലാം കൂടെ അങ്ങ് പിടിച്ചെടുക്കുന്ന ഒരു റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പോലത്തെ ഒരു ടൈമാണ് ആ കുട്ടികളുടെ ആ ഒരു ഏജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എംഫസിസ് ഓൺ മോർ കോഗ്നിറ്റീവ് ലേണിംഗ്. ഇവിടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ലേണിംഗ് ആണ് കൂടുതലും. അവരുടെ ആ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഒരു ലേണിംഗ് ആണ്. അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സബ്ജക്ട് നോളജിനേക്കാളും ഇന്റലക്ച്വൽ ലേണിംഗിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പലപ്പോഴും ക്വറ്റ് ബൈ ചോയ്സ് ആൻഡ് ഔട്ട് ഓഫ് റിഗാർഡ്സ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചല്ല, കുട്ടികൾ അവരുടേതായ തന്നെ ചോയ്സ് അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെ അവിടെ ആരും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. അവരുടെ ഇഷ്ടത്തിനാണ് അവർ പല ആക്ടിവിറ്റീസ്, അവരുടെ മൈൻഡിൽ അപ്പോഴെന്താണോ തോന്നുന്നത് ഇതെനിക്ക് അറിയണം, അങ്ങനെ തോന്നി അവര് തന്നെ ചെയ്യുന്നു. ഇവിടെ കൂടുതലും നമ്മൾ പറഞ്ഞല്ലോ ഇമാജിനേഷൻ, അസംഷൻ, അപ്പൊ ഇതാണ് ഫാന്റസി, മച്ച് റോൾ പ്ലേ, അങ്ങനെ വെച്ചിട്ടാണ് പല കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് റാൻസം പ്ലേസ്മെന്റ് നോട്ട് നെസസറി ടു സ്പെസിഫിക് പ്ലേസ്. ഈ മെറ്റീരിയൽസ് വെക്കുന്നതിന് സ്പെസിഫിക് പ്ലേസ് ഒന്നുമില്ല. എവിടെയെങ്കിലൊക്കെ ഇപ്പോഴൊക്കെയാണ് പല സ്കൂളുകളിലും ക്ലാസ് റൂമിൽ ചെറിയ ചെറിയ ഷെൽഫുകളൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയൊക്കെയാണ് വെക്കാറ്. പിന്നെ ഇവിടെ എല്ലാ കുട്ടികളും മറ്റേത് ഇൻഡിവിജ്വൽ ലേണിംഗ് ആയിരുന്നു മോണ്ടിസോറി മെത്തേഡില്. ഇവിടെ എല്ലാ കുട്ടികളും ഏതാണ്ട് ട്രീറ്റഡ് ലൈക്ക്, നിങ്ങൾ മനസ്സിലാക്കുന്ന തെറ്റിപ്പോരുത്, എല്ലാ കുട്ടികൾക്കും ഇപ്പം ഒരേപോലെയാണ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇവിടെ ട്രഡീഷണൽ മെത്തേഡില് അങ്ങനെ പ്രാക്ടിക്കലി അങ്ങനെ നടക്കാറില്ല. ഡിപ്പെൻസ് ഓൺ ദ ടീച്ചർ. ടീച്ചർമാരെ അനുസരിച്ചാണ് പലപ്പോഴും നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഒരു കാര്യം മനസ്സിലാക്കാത്ത ഒരു ഗ്രൂപ്പ് ഒരു 10 പേരെടുത്തിട്ട് അവർക്ക് മാത്രമായിട്ട് പറഞ്ഞു കൊടുക്കും. ഒരു റെമഡിയൽ ടീച്ചിങ് ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ എംഫസിസ് ഓൺ സോഷ്യൽ ഡെവലപ്മെന്റ്. ശരിക്കും ട്രഡീഷണൽ മെത്തേഡിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അങ്ങോട്ട് വളർത്തിക്കൊണ്ട് പോവുക. മീൻസ് ഇവരെ അങ്ങനെ കാര്യങ്ങൾ ഓരോ ഏജില് പഠിപ്പിച്ച് എന്താ പറയാ, ഒരു ചിലരെന്താ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിൽ വരും. പക്ഷെ അവിടെ അതെല്ലാം എംഫസിസ് ചെയ്യുന്നത് കൂടുതൽ കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. അവരുടെ ഇന്റലക്ച്വൽ ഇവിടെ ഒരു സബ്ജക്ട് പഠിപ്പിച്ച് അതിൽ എക്സ്പേർട്ട് ആക്കി ആ ഒരു രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലാണ്. പിന്നെ ക്വൈറ്റ് എൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൽ ചെയ്യുന്നു. പലപ്പോഴും ഫോഴ്സ്ഫുള്ളി ആണ് ഇവരെ കുട്ടികളെ പല കാര്യങ്ങളും ചെയ്യിക്കുന്നത്. ഈ 5 പോയിന്റ്സും കൂടെ ഉള്ളൂ. നമുക്ക് അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആരംഭിക്കും. Yes, ma'am. Environment provides discipline motivated by self-development. Teacher is observer and director. Work for joy of working and sense of discovery. Encouraged to help one another. ഇനി അടുത്തത് ട്രഡീഷണല്
Teacher provide discipline. Teacher motivated. Teacher is a focal point and a dominated influence. Work because they are taught to seek help from teacher. ഇവിടെ ഡിസിപ്ലിൻ ആരും നിർബന്ധിച്ച് ഷൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതിച്ചിട്ടൊന്നുമല്ല കുട്ടികളുടെ ഡിസിപ്ലിൻ ഉണ്ടാകുന്നത്. മോണ്ടിസോറി മെത്തേഡിൽ അവരിൽ തന്നെ അത് ഉണ്ടാവുകയാണ്. എൻവയോൺമെന്റ് പ്രൊവൈഡ്സ് ഡിസിപ്ലിൻ. നമുക്ക് അതായത് ഒരു ആദ്യമായിട്ട് മോണ്ടിസോറി സ്കൂളിലേക്ക് കുട്ടിയും പാരന്റും വരുമ്പോൾ അവരെ ഗേറ്റിൽ നിന്ന് ഒരു ടീം ഇൻവൈറ്റ് ചെയ്യും. ഫെസിലിറ്റേറ്റേഴ്സും അവിടുത്തെ അസിസ്റ്റന്റ്മാരും മെയിൻ എൻട്രൻസിന്റെ അവിടുന്ന് ഗേറ്റ് കഴിഞ്ഞ് ബിൽഡിങ്ങിന്റെ മേലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഡയറക്ടേഴ്സ് ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൾ അവിടെയുള്ള എല്ലാ ഏരിയയും കൊണ്ടുപോയി കാണിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ആണ് സംസാരിക്കുന്നതൊക്കെ. പുള്ളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, വി ഹാവ് ടു മൂവ് ജെന്റ്ലി, വി ഹാവ് ടു സ്പീക്ക് സോഫ്റ്റ്ലി. ഇത് കുട്ടിയുടെ കാതിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. സോ ഫ്രം ദാറ്റ് ഇൻസ്റ്റന്റ് അവൻ മനസ്സിലാക്കും, ഞാനും ഇതുപോലെ ചെയ്യണം, ഞാനും ഇതുപോലെ ചെയ്യണം. സോ ഇവിടെ കമാൻഡ്സ് ഇല്ല, ഇൻസ്ട്രക്ഷൻസ് ഇല്ല, നീ ഇതുപോലെ നടക്കണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് അവരിൽ ആ എൻവയോൺമെന്റ് തന്നെയാണ് അവർക്ക് ആ ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. മോട്ടിവേറ്റഡ് ബൈ സെൽഫ് ഡെവലപ്മെന്റ്. ഇവര് തന്നെ ചെയ്ത ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഒരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് കിട്ടിയ പോലെ ആ ഒരു സന്തോഷം വരും. സോ മോട്ടിവേഷൻ കിട്ടും. ഇവിടെ ടീച്ചർ എന്ന് പറയില്ല, ഫെസിലിറ്റേറ്റർ ആണ്, ഒബ്സർവർ, അതുപോലെ തന്നെ ഡയറക്ടർ. വർക്ക് ഫോർ ജോയ് ഓഫ് വർക്കിംഗ് ആൻഡ് സെൻസ് ഓഫ് ഡിസ്കവറി. അവര് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് അവരുടെ ഒരു ഹാപ്പിനെസ്, അതിന് വേണ്ടിയിട്ട് ചെയ്യാണ്. അല്ലാണ്ട് ആരും നിർബന്ധിച്ചില്ലല്ലോ അവർ ചെയ്യുന്നത്. അവർ തന്നെ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കുകയും ചെയ്യും അതിലൂടെ. പിന്നെ മ്യൂച്വൽ സപ്പോർട്ട്, ആ ഒരു രീതിയിൽ കൂടെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ട്രഡീഷണല് ടീച്ചറാണ് ഡിസിപ്ലിൻ. വടിയെടുത്ത് ഡെസ്കിലേക്ക് അടിക്കുന്നു, എല്ലാരെയും മിണ്ടായിരുന്നു, വർത്തമാനം പറയുന്നവരുടെ പേര് എഴുതുന്നു, സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെന്റ്, ആ ഒരു രീതിയിൽ, അങ്ങനെയുള്ള രീതിയിലുള്ള ഡിസിപ്ലിൻ. ഇവിടെ അങ്ങനെയാണ് ഡിസിപ്ലിൻ വരുന്നത്. ടീച്ചറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു കുട്ടി ഒരു കാര്യം ചെയ്താൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ അപ്രൈസിൽ ചിലപ്പോൾ ഒരു സൈഡിലേക്കൊക്കെ കിട്ടുന്നുള്ളൂ. പിന്നെ ഇവിടെ ടീച്ചറാണ് ഒരു ഫോക്കൽ പോയിന്റ്, ഡോമിനന്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ടീച്ചറായിരിക്കും. പിന്നെ ഇവിടെ കുട്ടികൾ തന്നെത്താനെ വർക്ക് ചെയ്ത് എൻജോയ് ചെയ്യുമല്ല, അവരോട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പഠിക്കണം എന്ന് അവരോട് പറയുവാണ്. അതിന് പലപ്പോഴും ഹെൽപ്പ് ടീച്ചറുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നു. ഓക്കെ, ഇതാണ് മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലോ മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകും, നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളെല്ലാവരും ഓൾറെഡി ട്രഡീഷണൽ സ്കൂളിലാണ് പഠിച്ചത്. സോ നമുക്കറിയാം, ഇപ്പൊ മോണ്ടിസോറി മെത്തേഡ് എന്തോ. ഞാനൊരു കാര്യം ഷെയർ ചെയ്തോട്ടെ? പ്ലീസ്. ഞാൻ എന്റെ മോൻ ഇതുപോലെ, ഞാൻ 3 വയസ്സായപ്പോ ഒരു മോണ്ടിസോറി സിലബസ് അല്ല, അത് ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു സിലബസിലെ സ്കൂളിലാണ് മോനെ ചേർത്തിരുന്നത്. അങ്ങനെ ഈ 3 മുതൽ 6 വയസ്സ് വരെ ഈ കൊച്ചി സ്കൂളിൽ പഠിച്ചിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് 6 വയസ്സ് കഴിഞ്ഞ അടുത്തത് ഞാൻ മോനെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ട്രഡീഷണലിലേക്ക് മാറ്റി. പക്ഷെ അന്നേരം എന്റെ കൊച്ച് കുറേ ബുദ്ധിമുട്ടി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഡിസിപ്ലിൻ ഇല്ല, കൊച്ച് ഒരു അറ്റൻഷൻ ഇല്ലാത്ത കൊച്ചാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു വർഷം നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് ശീലമില്ലാത്ത പിള്ളേരാണ് നമ്മള്. അവരെ കൊണ്ടുപോയി നമ്മൾ ഈ ബെഞ്ചിൽ ഇരുത്തുമ്പോൾ നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് പറയും, കൊച്ചിന് ഡിസിപ്ലിൻ ഇല്ല, ഒരു അറ്റൻഷൻ ഇല്ല, പറഞ്ഞാൽ കേൾക്കാത്ത കൊച്ചാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്റെ മോൻ ഒരു വർഷം. ഈ കൊച്ചി പറഞ്ഞ പോലെ ക്ലാസ് റൂമിൽ അവർ ജനലിലാണെങ്കിൽ ആ ജനലിൽ ഇരുന്ന് ടീച്ചർ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ കൊച്ചു ജനലിൽ കയറി കഴിഞ്ഞാൽ ജനലിൽ പിടിച്ചു നിൽക്കും. ഒരു കൊച്ചു പിള്ളേരാണല്ലോ. അപ്പൊ ഈ ടീച്ചേഴ്സ് ജനലിൽ പിടിച്ചു നിർത്തി കൊച്ചുങ്ങളെ നന്നായി കെയർ ചെയ്യുമായിരുന്നു ഈ 3 വർഷം. അവർ ടീച്ചേഴ്സ് പിന്നെ നമ്മളിത് എന്തെങ്കിലും കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ തന്നെ അവരൊരു പരാതി പോലെ പറയല, ജസ്റ്റ് നമ്മളോട് ഇങ്ങനെ പറയും, കണ്ടോ ഇങ്ങനെ കാട്ടിയിട്ടോ, കണ്ടോ ഇങ്ങനെ ചെയ്താ ഇങ്ങനെ. അങ്ങനെയൊക്കെ നമ്മൾ പാരന്റ്സിന് അവർ പാരന്റ്സ് ട്രെയിനിങ് തരുമായിരുന്നു. മാസം നമുക്ക് കൊച്ചിനെ എങ്ങനെ നോക്കണം, കൊച്ചിനെ എങ്ങനെ ഗൈഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ നമുക്ക് പാരന്റ്സിനൊരു ട്രെയിനിങ് കിട്ടിയിട്ട് അങ്ങനെ നമുക്കറിയാം ഒരു പാരന്റ് എങ്ങനെ വേണമെന്ന് ആ 3 വർഷത്തിനുള്ളിൽ നമ്മൾ പഠിക്കും. അങ്ങനെ നമ്മൾ അങ്ങനെ പഠിച്ചു പോകുന്ന നമ്മൾ നേരെ കുറച്ച് കഴിഞ്ഞ് കൊച്ചിനെ സ്കൂൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും അല്ലാന്ന് തോന്നിപ്പോകും. നമുക്ക് ഭയങ്കര നമ്മുടെ കൊച്ചിനെ കുറിച്ച്, എന്റെ മോനെ കുറിച്ച് 1 വർഷം കംപ്ലൈന്റ് കേട്ടിട്ടുണ്ട്. കൊച്ചു തീരെ അച്ചടക്കമല്ല, പറഞ്ഞനുസരിക്കല,
അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണത്. കാരണം ടീച്ചേഴ്സ് പറയും, ടീച്ചേഴ്സ് ഇരിക്കാൻ പറഞ്ഞ ഈ എന്താ പറയാ മോണ്ടിസോറി സിലബസ് പഠിച്ച കൊച്ചിന് ഒരിക്കലും ഒരു ബെഞ്ചിൽ കുറച്ചു നേരം ഇരിക്കാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? എഴുന്നേൽക്കും. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവും. അവർക്ക് എന്തൊക്കെ തോന്നുന്നു അത് ചെയ്യും. അവർ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും, പേടിച്ചിരിക്കില്ല. എന്റെ മോനൊരു അനുഭവം ഞാൻ പറയാണ്, കാരണം എന്റെ മോൻ എല്ലാം ഓപ്പൺ ആയിട്ട് പറയും. ഇപ്പോ നമ്മൾ ചോദിക്കുകയാണ് എന്താ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ ഓപ്പൺ ആയിട്ട് അങ്ങ് കാര്യം പറയും. പക്ഷേ ഇപ്പൊ ചില പിള്ളേർ എന്ത് ചെയ്യും, അയ്യോ ടീച്ചറാണ് നമുക്ക് പറയാൻ പാടില്ല, പേടിച്ചു നിൽക്കുമല്ലോ. ഇതൊന്നും എന്റെ മോനെ അറിയത്തില്ലായിരുന്നു. എങ്ങനെ എന്താ പറയാ, അവൻ എല്ലാവരോടും അവൻ എങ്ങനെയാണോ, അവൻ ടീച്ചർ എന്നുള്ള ഒരു പേടി ഇല്ലായിരുന്നു ഈ 3 വർഷം. പക്ഷെ അത് കഴിഞ്ഞ് 2nd സ്റ്റാൻഡേർഡിൽ ഞാൻ മോനെ കൊണ്ട് ചേർത്തതിന് ശേഷം കൊച്ചിന് സ്കൂളിൽ പോകാൻ പേടിയായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ സ്കൂള് തീരെ പറ്റില്ലായിരുന്നു. പിന്നെ 1 വർഷം ഞാൻ ഇന്ന് കംപ്ലൈന്റ് കേൾക്കും, കൊച്ചു പഠിക്കുന്നില്ല, കൊച്ചു പറഞ്ഞനുസരിക്കുന്നില്ല, കൊച്ചു സീറ്റിൽ ഇരിക്കുന്നില്ല. ടീച്ചേഴ്സ് എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാന് എന്താ പറയാ, ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ 1 വർഷം അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കൊച്ചു ഞാൻ എന്ത് ചെയ്ത് മാറ്റിയപ്പോ കൊച്ചു ഓൾറെഡി മാറി. ആ 1 വർഷം കഴിഞ്ഞപ്പോ കൊച്ചു അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ കൊച്ചു അവരുടെ കൂടെ അങ്ങ് പോയി തുടങ്ങി. പക്ഷെ നമ്മൾ ഈ സിലബസ് പഠിച്ച കൊച്ചിനെ നമ്മൾ വേറെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ആ കൊച്ചിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അവിടെ പഠിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ആ കൊച്ചു നന്നായി ബുദ്ധിമുട്ടും. നമ്മൾ പാരന്റ്സ് പോട്ടെ, നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ ഒരു എന്റെ കൊച്ചു കുഞ്ഞിതായിരുന്നു, 2nd സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ കുഞ്ഞു മോനല്ലേ, അവൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എന്താ പറയാ, ടീച്ചേഴ്സ് ഒരിക്കലും വേറെ സ്കൂളിൽ ചെല്ലുമ്പോ അവരൊരു പുതിയ സ്റ്റുഡന്റ് ആണ്, അവന്റെ ക്യാരക്ടർ അറിയില്ല, അവൻ എങ്ങനെ പഠിക്കുന്നത്. അവൻ നന്നായി പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു. അവൻ സ്കൂളിൽ നിന്ന് മാറ്റുമ്പോ ടീച്ചേഴ്സിന് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കൊണ്ടുവിടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മോനെ സ്കൂൾ മാറ്റിയതാണ്. പക്ഷെ അവന് ഈ 3 വർഷം അറിയാവുന്ന അവന്റെ ടീച്ചേഴ്സിനെ അവനെ മാറ്റി പുതിയൊരു ടീച്ചറുടെ അടുത്ത് നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ ആ ടീച്ചർ അവനെ മനസ്സിലാക്കുന്നതിന് മുന്നേ അവന്റെ കംപ്ലൈന്റ്സ് ആയിരിക്കും ആദ്യം നമ്മളോട് പറഞ്ഞു തുടങ്ങുക. ആ കൊച്ചു എങ്ങനെയുണ്ട്, ആ കൊച്ചിനൊന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം പോലെ ആ ടീച്ചേഴ്സ് എടുക്കുകയില്ല. ശരിക്കും നമ്മളൊരു ടീച്ചർ ആകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പുതിയ സ്കൂളിൽ നിന്ന് വന്ന ഒരു കൊച്ചു അവനെ മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് സമയം നമ്മൾ എടുക്കണം. അവന്റെ പാരന്റിനോട് ഒരു കംപ്ലൈന്റ് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ കൊച്ചു എന്താണ്, അവന് എന്തൊക്കെ അറിയാം, അവന്റെ ടേസ്റ്റ് എന്താണ്, ഇതൊന്നും ഒരു ടീച്ചർ മനസ്സിലാക്കാതെ ആ ഫസ്റ്റ് ചെന്ന മാസം മുതൽ എന്റെ മോനെ എക്സാം എഴുതിയപ്പോ അവന് നല്ല സ്കോർ ചെയ്തിട്ടാണ് അവിടെ കയറിയത്. അവിടെ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം അവന് നമുക്ക് പോലും അറിയില്ല, എന്റെ കൊച്ചിന് ഇതൊക്കെ അറിയുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് അവന് എന്താ പറയാ, അഡീഷനും സബ്സ്ട്രാക്ഷനും എല്ലാ ഡിവിഷനും എല്ലാം കറക്റ്റ് ആയിട്ട് അവൻ ചെയ്തു. അതുപോലെ തന്നെ ഹിന്ദി ലെറ്റേഴ്സ് ഒക്കെ അവൻ കറക്റ്റ് ആയിട്ട് എഴുതി. അപ്പൊ അവര് പറഞ്ഞു, ഓ നന്നായിട്ടൊക്കെ ചെയ്തു. പക്ഷെ നമ്മളെ സ്കൂൾ അങ്ങ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവര് പറയും കൊച്ചു തീരെ ഡിസിപ്ലിൻ ഇല്ല, തീരെ അറ്റൻഷൻ ഇല്ല, എന്താ പറയാ, മൊത്തം കംപ്ലൈന്റ്സ് ആയിരിക്കും നമുക്ക് കേൾക്കുന്നുണ്ടാവുക. അത് 2 മെത്തേഡിന്റെ ആ ഡിഫറൻസ് പെട്ടെന്ന് മാറ്റിയപ്പോൾ ഉള്ള കുട്ടിക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു ഏറ്റവും പാട്. ടീച്ചർമാര് മനസ്സിലാക്കിയില്ല, എവിടെന്നാ വന്നേന്നൊന്നും ചോദിച്ചില്ലേ അവര്. ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു, ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, മോൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഇങ്ങനെയാണ്, അവരിങ്ങനെ ബെഞ്ചിൽ ഇരുത്തിയിട്ടൊന്നല്ല കൊച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് വലിയൊരു ഹോളാണ്. അവർ നോക്കാൻ തന്നെ ഒരു ക്ലാസ് റൂമിൽ 30 പിള്ളേരാണെങ്കിൽ 30 പിള്ളേർക്ക് 3 ടീച്ചേഴ്സ് ആണുള്ളത്. അപ്പൊ അങ്ങനെയാണ് അവർ പഠിപ്പിച്ചുകൊണ്ട് പോയിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് മോൻ പഠിച്ചിരുന്നത്, അതുകൊണ്ടാണ് അവന് ബെഞ്ചിൽ ഇരുന്ന് ശീലമില്ല, പയ്യെ പയ്യെ ശരിയാവുമെന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞ് ആ 1 വർഷം ഞാൻ നല്ല ബുദ്ധിമുട്ടി അവനെ അങ്ങ് കൊണ്ടുപോവാൻ. ഇപ്പൊ എത്രാം ക്ലാസ്സിലായി? അവനിപ്പോ 4th സ്റ്റാൻഡേർഡിലായി. ഓക്കെ ആയോ? ശരിയായോ? ഇപ്പൊ ടീച്ചേഴ്സ് പറയോ, ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ കൊച്ചു ഓക്കെ ആയി, അപ്പൊ നല്ല പഠിക്കുന്ന കൊച്ചാണ്, നല്ല സ്മാർട്ടായി എന്ന് പറയും. ശരി, ഓക്കെ തന്നെ. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, നമുക്കെന്താ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് സൈൻ ഔട്ടോ എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എനിവൺ? ഓക്കെ then, bye.